Oh, he's on it, man. He's on it. ഹലോ യൂട്യൂബ്, വെൽക്കം ചെയ്ത വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ റെഡി ചെയ്ത പോലെ തന്നെ നമ്മുടെ RS ട്യൂണറിനെ പറ്റിയാണ്. അതും BS3 മോഡൽ RS ട്യൂണറിനെ പറ്റിയാണ്. ഇപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ ബ്യൂട്ടിഫുൾ അതിരപ്പള്ളിയിലാണ്. ഞാൻ ജസ്റ്റ് കയറിയുള്ളൂ, അടുത്തേക്ക് പോയിട്ടില്ല. കുറച്ച് സൂപ്പർ ബൈക്സൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു RS ട്യൂണറിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കണ്ടൻറ്റ് ക്ഷമ, അതാണ് മെയിൻ കാരണം, വേറൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന വണ്ടി. ഒരു BS3 2017 ഫസ്റ്റ് മോഡലാണ്. അതായത് നമ്മുടെ BS4 ഇറങ്ങിയില്ലേ, ആ വൈറ്റ്, ബ്ലൂ, ഗ്രേ, അതിന് മുമ്പുള്ള മോഡലാണ്. ഏറ്റവും ലാസ്റ്റ് BS3 ആണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയൊന്നുമില്ല, വലിയ മോഡിഫിക്കേഷനും ഇല്ല. വണ്ടി തീർത്തും സ്റ്റോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം തിരിച്ച് ഏറെക്കുറെ ആ ഒരു വീൽ കവർ മാറ്റിക്കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടിനെ പറ്റി പറയാം. വണ്ടി ഈ റോഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് സൂപ്പർ ബൈക്സ് ഞാൻ കണ്ടായിരുന്നു. സൂപ്പർ ബൈക്സ് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ബൈക്സ് ഒന്നും അല്ല. വേഴ്സസ് 650, CBR 650, പിന്നെ എന്നാ ഒരു മോൺസ്റ്റർ, അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടയർ സൈസ് ഞാൻ അപ്പ് സൈസ് ചെയ്തിട്ടുണ്ട്. ടയർ ഇപ്പോൾ 110 കിടക്കുന്നത്. മിഷലിൻ പൈലറ്റ് സ്ട്രീറ്റ് ആണ് കിടക്കുന്നത്. പിന്നെ വണ്ടി എൻ്റെ നോൺ ABS വണ്ടിയാണ്. പക്ഷേ ഡിസ്ക് ഞാൻ മാറ്റിയിട്ട് ABSന് ഡിസ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് 100 രൂപയുടെ സെൻസർ ഇട്ടിട്ടുണ്ട് ചുമ്മാ. പിന്നെ കാലിപ്പർ ഞാൻ മാറ്റി BS6ൻ്റെ ബൈബിളുടെ കാലിപ്പറാണ്, ബ്ലാക്ക് കാലിപ്പറാണ് വരുന്നത്. പിന്നെ മിറേഴ്സ് രണ്ടും R15 വേർഷൻ 3യുടെ ആണ്. ഒന്നും പറയാനില്ല, നല്ല വിസിബിലിറ്റി ആണ് കേട്ടോ. ഒരു ടൂർ, ഞാനിപ്പോൾ വണ്ടി മോസ്റ്റ്ലി ടൂറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രീവിയസ്ലി ചാനൽ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും വണ്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫ്രണ്ടിൽ ഓവർ ചെയ്ത് CBRൻ്റെ ക്ലിപ്പോണൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിയുടെ വൈസറൊക്കെ വെച്ചിട്ടുള്ളൊരു ഷേപ്പായിരുന്നു. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. അത് ഞാൻ മാറ്റി, കാരണം വണ്ടി ഒട്ടും കംഫർട്ടബിൾ അല്ല. അത് കൂടാണ്ട് തന്നെ വണ്ടി ഓവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അടി തട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ ഞാൻ മാറ്റി തിരിച്ച് ഇങ്ങനെയാക്കി. ഇതിപ്പോൾ സുഖമാണ്, നല്ല കംഫർട്ടബിളാണ് ഇങ്ങനെയുള്ള റോഡിലൊക്കെ. എനിക്ക് കൊച്ചി ടു അതിരപ്പള്ളി അറൗണ്ട് 40-50 കിലോമീറ്റേഴ്സ് ഒരു കുഴപ്പമില്ലാണ്ട് ഓടിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഒറ്റ സ്ട്രെച്ചിന് ഓടിച്ചു, ഒരു കുഴപ്പമില്ല, നല്ല ചില്ലായിട്ടിരിപ്പുണ്ട്. ഓൾറൈറ്റ്. പിന്നെ മിറേഴ്സ് അടിപൊളിയാണ് കേട്ടോ. മിറേഴ്സ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. R15 യൂസ് ചെയ്യുന്നവർക്കറിയാം. R15ൻ്റെ പോലെ തന്നെ നമുക്ക് RSലും കിട്ടും. പക്ഷേ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒറ്റ ബോൾട്ടിലേ ഇരിക്കുകയുള്ളൂ. പക്ഷേ സ്ട്രോങ് ആണ്, ഇളകിയൊന്നും പോകുന്നില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ മതി, ഒറ്റയ്ക്ക് ഇരുന്നോളും. പിന്നെ സ്റ്റോക്ക് സാധൊരു DB വൈസർ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടിയിൽ ബ്രെംബോ ഒറിജിനൽ എന്നല്ല, ബ്രെംബോൻ്റെ റെപ്ലിക്ക മാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്യാനും കാണാം. ക്യാൻ ഞാൻ മാറ്റിയതാണ്, ബ്രെംബോൻ്റെ തന്നെ ക്യാനാണ്. പിന്നെ ക്ലച്ച് ലിവറും ഹൈഡ്രോളിക് അല്ല, പക്ഷേ ബ്രെംബോൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കാലിപ്പർ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആക്ഷൻ അങ്ങോട്ടാണ്, ഇതിൻ്റെ നേരെ താഴേക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടണം, പക്ഷേ കിട്ടിയില്ല. എന്തോ എനിക്ക് തോന്നുന്നു ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സത്യമായിട്ട് ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാമല്ലോ, ഈ സാധനമൊക്കെ മേടിച്ചിട്ടാൽ ശരിക്കും ആ ഒരു ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടുന്നില്ല. കാരണം എൻ്റെ നോൺ ABS വണ്ടിയും കൂടിയാണ്. നോൺ ABS വണ്ടിയാണ്. ഇപ്പോൾ ഡിസ് സൈസ് അപ്പ് സൈസ് ആയിട്ടുണ്ട്, 300 mm ആണ്. എന്നിട്ടും കൂടി എനിക്ക് ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു പമ്പ് ചെയ്തതിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതല്ല, പമ്പ് ചെയ്തതിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ബ്രേക്കിംഗ് ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. ഇതിനും നല്ലത് സ്റ്റോക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ചാൾ യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ല സാധനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്ലാൻ ചെയ്യുകയാണ്. ഇത് കൊള്ളില്ല ഗൈസ്, സത്യം പറയാമല്ലോ, വെറുതെയാണ്, വേസ്റ്റ് ഓഫ് മണി. കാരണം ഞാൻ ഫ്രണ്ട് എൻഡ് ഫീലിന് വേണ്ടിയാണ് മിഷലിൻ 110 ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഡിസ്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ, കാരണം നോൺ ABS ആയിട്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്ക് സൈസ് അപ്സൈസ് ചെയ്ത് കുറച്ചും കൂടി ഫ്രണ്ട് എൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ എന്താ പറയുക, രക്ഷയില്ല, കിട്ടുന്നില്ല, വെറുതെയാണ്. നോർമൽ നമ്മൾ സ്റ്റോക്കിൽ പിടിക്കില്ലേ, അതിനേലും ഒരു 2% ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനുള്ളൂ. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, ഒരു അണ്ടർബെല്ല് ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ തിരിച്ച മഴക്കാലമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പൊരിഞ്ഞുകൂടാണ്, ജൂണൊക്കെ ആകുമ്പോൾ മഴക്കാലവും. പിന്നെ ഞാനിത് വണ്ടി ഡെയിലി യൂസ് ചെയ്യണം, ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ സാധനം വേണം, മറ്റുള്ളവരെ വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സാരി ഗാർഡ് മഡ് ഗാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നാ പറയുക, പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ സ്പോൺസർ ആയിരുന്ന ബോബോ അയച്ചു തന്ന ഒരു എന്താ പറയുക മൊബൈൽ ഹോൾഡർ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട് ആ മിററൊക്കെ നോക്കി, നല്ല രസമല്ലേ, അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എത്തി വലിഞ്ഞൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ നോക്കിയാൽ മതി, അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരാ കണ്ടോ, ഇന്ന് സൺഡേ ഉണ്ട്, ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. 390, ഓ മാൻ,
വെരി ആൻറ്റി സോഷ്യൽ. ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ എന്നാലും എക്സോസൊക്കെ വെച്ച് അവരുടെ പുറകെ പോകണ്ട. ഇനി ഇൻ കേസ് ഫ്രണ്ടിൽ കോപ്സ് ഉണ്ടെങ്കിലും നമ്മൾ പൊക്കും. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടാണ് വന്നേക്കണം. നമുക്ക് ഓടിച്ചിട്ട് ബാക്കിയുള്ള സംസാരിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ റോഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ആരാ R3 എന്തത് അവനും പോട്ടെ. കാരണം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ പിടിച്ച എല്ലാത്തിനും പൊക്കും. ഒറ്റയ്ക്ക് ഞാൻ പോകണമെങ്കിൽ ആ ഒരു വിഷയമില്ല. അപ്പോൾ എന്നെ മാത്രമേ പൊക്കുള്ളൂ. ശേ, അപ്പോൾ നമുക്ക് മാൻ പിന്നെ BS3 ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്താണ് വൈബ്രേഷൻ. എന്താ പറയുക, കൂടപ്പിറപ്പാണ്. വൈബ്രേഷൻ ഉണ്ട് ഈ വണ്ടിക്ക്, അതൊരു രക്ഷയില്ല. ഈ വണ്ടിയിൽ കുറേ ഫോമും കാര്യങ്ങളൊക്കെ ചെയ്ത് വാഷറും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടി വരും. എന്നാലും വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. സ്വദേശി ലോക്കൽസ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പോകാനൊരു രക്ഷയില്ല. കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. ആ മിറർ നോക്കി ഒരാവശ്യമില്ലാണ്ട് വൈബ്രേഷൻ നോക്കി. പക്ഷെ അതൊക്കെ ഒരു പർട്ടിക്കുലർ RPM വരെ ഉള്ളൂ കേട്ടോ. വൺസ് നമ്മളത് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് വൈബ്രേറ്റ് ചെയ്യില്ല. നോ ഇഷ്യൂ. മാൻ എലിഫന്റ് പിണ്ടം. ഓ ഷിറ്റ്, ഇവിടെ എവിടെ ഉണ്ട്? ഓ മാൻ, ദ ഫ്രണ്ട് എൻഡ് മാൻ. ഓ സോ മെനി പട്ടീസ്. നോ 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 നോ. Look at this view man. പൊളി പൊളി. സമയം ഇപ്പോൾ 7:30 സമയമാണ്. അതുകൊണ്ടാണ് ഇത്ര ഒരു എന്താ പറയുക വെയിലില്ലാത്ത. ഞാൻ പറഞ്ഞു അധികം വണ്ടി ഓടിയിട്ടില്ല, റിലേറ്റീവ്ലി ഭയങ്കര കുറവാണ് എന്ന് ആലോചിച്ച് നോക്കുക. 7 വർഷം കൊണ്ട് വണ്ടി ആയി ഓടിക്കുന്നത് 20,000 കിലോമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റിൽ റിഫൈൻഡ് ആണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. ആയിക്കൂടി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBR 650 പൊളി. ഗിയർ ബോക്സ് ചെറിയ ടൈറ്റ് ഉണ്ട്. എനിക്കൊന്ന് ക്ലച്ചും ചെറിയ ടൈറ്റ് ഉണ്ട്. ഐ തിങ്ക് ക്ലച്ച് പ്ലേറ്റ് മാറാറായിട്ടുണ്ട്, അതിൻ്റെയാണ്. പിന്നെ എന്നാ പറയുക, വണ്ടിയിൽ ഒഴിച്ചേക്കണം മൊറ്റ്യൂളിൻ്റെ 7100 10W50 ആണ്. പൊളിയാണ് കേട്ടോ. ഞാൻ ബജാജ് എസ്പെഷ്യലി RS 200 റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ് ഈ 10W50 എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫ്രം മൊറ്റ്യൂൾ. എന്താ പറയുക, RSന് വേണ്ടി ഉണ്ടാക്കിയ പോലെ തോന്നുന്നുണ്ട് ആ എഞ്ചിൻ ഓയിൽ. ആ എഞ്ചിൻ ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എരമ്പലുണ്ട്, പക്ഷേ നല്ല സ്മൂത്ത് വേ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വണ്ടിയുടെ മാൻ സോ മെനി പട്ടീസ്. വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ്. എൻ്റെ പൊന്നെ, ഗിയർ ബോക്സ് RSൻ്റെ അടിപൊളി ഗിയർ ബോക്സ് ആണ്. പക്ഷേ BS3യുടെ ഗിയർ ബോക്സ് കുറച്ചൊന്ന് മെനകേടാണ്. മൊറ്റ്യൂൾ വെച്ചപ്പോഴത്തേക്കും ഗിയർ ബോക്സ് നല്ല രസമായിട്ടുണ്ട്. കുറച്ചും കൂടി എന്നാ പറയുക, കുറച്ചും കൂടി സ്മൂത്തായി, കുറച്ചും കൂടി പ്രിസൈസായി. ആ ഒരു ടഫേ എന്നും പറഞ്ഞുള്ള ഒച്ചയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കുറച്ചും കൂടി രസമായിട്ടുണ്ട് ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അതാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊറ്റ്യൂൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അത് RS 200 മാത്രമല്ല, വേറെ ഏത് വണ്ടി ആയിക്കോട്ടെ, മൊറ്റ്യൂൾ എഞ്ചിൻ ഓയിൽ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വണ്ടി ഞാനിപ്പോൾ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് അറൗണ്ട് 6 months 7 months ആയിട്ടുണ്ട്. വണ്ടി അറൗണ്ട് ഒരു 200 ml കുടിച്ച് തീർത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം കാരണം വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാൻ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് വണ്ടി ആകെ 800 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഓയിൽ കുടിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. അതെനിക്ക് മാത്രമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേറെ എന്നാ പറയുക, വണ്ടിയുടെ സൗണ്ട് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇത് BS3 വണ്ടിയാണ്. നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വൈബ്രേഷൻ അല്ല, വണ്ടിയുടെ എക്സോസ് നോട്ടാണ്. ഭയങ്കര നോയ്സാണ് വണ്ടിയും കൊണ്ട് നമ്മളൊരു മൂന്നാറൊക്കെ പോയി കഴിഞ്ഞ് രാത്രി കിടക്കാൻ നിന്നുണ്ടല്ലോ, ഈ ഒച്ചയായിരിക്കും ചെവി കേൾക്കുന്നത്, ഉറക്കം വരില്ല. അങ്ങനത്തെ ഒച്ചയാണ്. വണ്ടി നല്ല ലൗഡാണ് കമ്പയർ ടു ട്രയംഫ് സ്പീഡ് 400 ബില്യൻ. കുറേ പേരുണ്ടല്ലോ ഒന്ന്. അപ്പോൾ വണ്ടിയുടെ എക്സോസ് നോട്ട് തന്നെയാണ് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എക്സോസ് നോട്ട് കുറച്ചും കൂടി ആ ഒരു എഞ്ചിനോട് വെച്ചപ്പോഴത്തേക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു RS 200 യൂസർ ആണെങ്കിൽ ഏത് ആയിക്കോട്ടെ, BS6 BS3 എന്തോ ആയിക്കോട്ടെ, മൊത്തത്തിലേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുക ബിഫോർ സെല്ലിങ് ദാറ്റ് ബൈക്ക്. എന്നിട്ടൊന്ന് ഓടിച്ച് നോക്കുക. നല്ല രസമാണ്, കുറച്ചും കൂടി ഫണ്ണാണ്. ഒന്ന് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫണ്ടാണ്. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ മൊത്തത്തിലും കൂടെ വെച്ചപ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ട്.
ഓൾറൈറ്റ്. പിന്നെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ബജാജിൽ ഞാൻ വണ്ടി കൊടുക്കാറില്ല. ഞാൻ ബജാജിൽ നിന്ന് സ്പെയർ എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വിൻ എന്ന് പറഞ്ഞാൽ, അവനാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ. അപ്പോൾ എനിക്ക് റിലേറ്റീവ്ലി എഞ്ചിൻ ഓയിലിന് ഒരു 1400 1300 രൂപ, പിന്നെ എന്നാ പറയുക ഓയിൽ ഫിൽറ്റർ ഒരു 80 രൂപ, പിന്നെ എയർ ഫിൽറ്റർ ഒരു 310 സംതിങ് എങ്ങനെയാണ്. അപ്പോൾ ഒരു 2000 ഒരു വെറും എന്താ പറയുക ഓയിൽ ചേഞ്ച് മാത്രം 2000 നിൽക്കും. പിന്നെ വണ്ടിയുടെ പാർട്സ് ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടും. ലൈക്ക് എന്താ പറയുക ഇപ്പോൾ പ്ലഗ് മാറണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റൊക്കെ മാറാറായിട്ടുണ്ട്. അങ്ങനത്തെ എസെൻഷ്യൽ പാർട്സ് ചേഞ്ച് ആണെങ്കിൽ അതിലും കൂടും. എന്നാലും ഒരു 2000 ആവറേജ് പിടിച്ചാൽ മതി. നിങ്ങൾ കൃത്യം 2000 ബഡ്ജറ്റ് ഈ വണ്ടി എടുക്കാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും നോക്കുക. വണ്ടിയുടെ മെയിൻ കംപ്ലയിൻറ്റ് വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കോൺസെപ്റ്റ് പെട്ടെന്ന് പോവും. വണ്ടി നമ്മുടെ നാട്ടിലെ റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ശോക റോഡാണ്. അപ്പോൾ വണ്ടിക്ക് കോൺസെപ്റ്റ് ഇഷ്യൂ ഒരുപാട് വരുന്നുണ്ട്. പെട്ടെന്ന് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആവില്ല. പിന്നെ എൻ്റെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫോർക്കിന് ചെറിയൊരു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇഷ്യൂ ആയിട്ട് എന്താ പറയുക വേറെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മെയിൻ ഇഷ്യൂ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് വേഗം പോകുന്നുണ്ട്. എനിക്ക് വേണ്ടി പരാതി എന്ന് പറയാനായിട്ടുള്ളത് ഈ സീറ്റാണ്. സീറ്റ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല, മരം ഭയങ്കര ഹാർഡ് സീറ്റാണ്. ഡ്യൂക്ക് 200 ഓടിച്ചിട്ടുണ്ടോ BS3 സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് എനിക്ക് അത്ര ഒരു എന്താ പറയുക രസമായിട്ട് തോന്നിയില്ല. അറിയാ പിന്നെ വണ്ടി മൊത്തത്തിൽ കൊള്ളാം. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുവാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ RS കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം, വല്ലപ്പോഴും ഇതുപോലെ ട്രിപ്പൊക്കെ പോകണം, എപ്പോഴും ഇതൊന്നും ഇല്ല എന്നുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് BS4 തൊട്ട് മേളിലേക്കുള്ള എടുക്കാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ BS6 ആണെങ്കിൽ നല്ല റിഫൈൻഡ് റിഫൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ BS3 ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പൊളിച്ച് കിടക്കണം. നിങ്ങൾ RS 200 എന്താണ് RS 200 എന്ന് പറയണമെങ്കിൽ BS3 തന്നെ ഓടിക്കണം. എൻ്റെ അമ്മോ, നിങ്ങൾ അതിരപ്പള്ളി വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് വരിക. ഒരിക്കലും നട്ടുച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നും വരാണ്ടിരിക്കുക. അതിരപ്പള്ളി റോഡ് എൻജോയ് ചെയ്യണം എന്നുള്ള ഇതിൽ വരുവാണ്. അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ആണെങ്കിൽ എന്ത് വണ്ടി ആയിക്കോട്ടെ, ഇതിപ്പോൾ CT 100 പ്ലാറ്റിനോ ഗ്ലാമറോ എന്തും ആയിക്കോട്ടെ, ഏത് വണ്ടിക്ക് വരുവാണെങ്കിലും കാലത്ത് കയറണം. മിനിമം ഒരു 6:30 അതിരപ്പള്ളി എൻ്റർ ചെയ്യുക, എന്നിട്ട് ഓടിച്ചു നോക്കുക. അതാണ് ബെസ്റ്റ് ടൈം. കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്നറിയോ, വെയിൽ വരും. വെയിൽ വന്നാൽ കട്ട ശോകമാണ്. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് എന്ന് പറയാം, നമ്മുടെ ലോക്കൽസ് മലയാളികൾ വന്ന് നിരങ്ങും. പിന്നെ നിറച്ച് ഫാമിലി, ഭയങ്കര ബോറാണ്. റോഡ് മൊത്തം തിരക്കാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റോഡൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല തിരക്കാവും. ലൈക്ക് എന്താ പറയുക, KSRTC ബസ്സും എല്ലാം കൊണ്ട് തന്നെ നിറയും. ഇപ്പോഴും ചെറിയ രീതിയിൽ ഫാമിലിയൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. പിന്നെ എന്താ പറയുക, ഒരുപാട് ആൻറ്റി സോഷ്യലായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. ഞാനിപ്പോൾ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ട്രാക്ക് പോലെ. ഞാൻ തോന്നുന്നു ഇത് 12ാമത്തെ 13ാമത്തെ തവണയാണ് അതിരപ്പള്ളി വരുന്നത്. ഞാൻ മിക്ക ടൈമിലും സൺഡേസൊക്കെ അതിരപ്പള്ളി ഇറങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുകയാണ് കാലത്ത് വരിക. പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും പോകണ്ടിരിക്കുക. അവർ പോണ പോലെ പോലീസ് കണ്ട പൊക്കും. പ്രാവശ്യം പൊക്കിയതാണ് വണ്ടിയും കൊണ്ട് അത് കയറിയിട്ട്. ഓക്കെ. പിന്നെ പോലീസ് നാട്ടുകാരാണെങ്കിലും റിലേറ്റീവ്ലി ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഇവിടെ കിടന്ന് പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയും. അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് ആ എക്സോസൊക്കെ വെച്ചിരുന്നില്ല, അതിലേക്ക് പൊക്കാൻ നല്ല ചാൻസ് ഉണ്ട്. മിക്കവാറും പോലീസ് ഇറങ്ങും. ഷിറ്റ്. പിന്നെ ബസ്സിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചാലക്കുടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് ബസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് അതിരപ്പള്ളി വരെ വരാം. നിങ്ങൾ അതിരപ്പള്ളി കാണാൻ മാത്രമാണെങ്കിൽ ബസ്സിന് വന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ അതിരപ്പള്ളി ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് വാട്ടർഫോൾ മാൻ. ഈ റോഡൊക്കെ തന്നെയാണ്. റോഡ് ഒരു രക്ഷയില്ല, ബ്രില്യൻ റോഡ്. മാൻ ഫ്രണ്ട് വെള്ളമൊക്കെ കുറവാണ്. ഐ തിങ്ക് ഓഫ് സീസണെ കണ്ടാണ് ശരിക്കും അതൊക്കെ കുത്തി നിറയും. ആക്ച്വലി കുത്തി വരുന്ന സമയത്ത് ആക്ച്വലി ചെല്ലാൻ പറ്റില്ല, ഇവർ അടച്ചിടും. നോക്കിയ ഗൈസ്, എൻ്റെ മോനെ പീസ്. എന്ത് രസം. ഇവിടെ വാട്ടർഫാളിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ഈ വഴി വന്ന വണ്ടി അധികം പൊളിക്കാറില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് കുരങ്ങന്മാർ വട്ടം ചാടി എങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു റോട്ടിലൊക്കെ പൊളിക്കാൻ തോന്നുന്നു. ഈ ഒരു സീനറിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനേ തോന്നുള്ളൂ. നല്ല രസമാണ്. വണ്ടി ഇങ്ങനെ ഹയർ ഗിയറിലിടുക, ഒരു 40-45 ഒരു 40-45 അതിങ്ങനെ പോവുക. നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് അതിരപ്പള്ളി വരെ വരാണ്ടിരിക്കുക. ബൈക്കിന് വരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അകത്തേക്ക് കയറിയിട്ട് ഈ ഒരു വഴിയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഈ ഇടക്കുള്ളത് മാൻ ബ്യൂട്ടിഫുൾ.
കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. ഓ മാൻ, മഴയത്ത് തന്നെ പറയാൻ വിട്ടുപോയി. വേറെ ഇതുണ്ട്, മഴയത്ത് വന്നാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയത്തിൻ്റെ ഇടയ്ക്ക് വന്നൊന്നല്ല ഉദ്ദേശിച്ചത്. മരം നോക്കി ഒരു മൺസൂൺ ടൈമിൽ ജൂൺ ജൂലൈ ടൈമിലൊക്കെ ഒന്ന് വരാൻ നോക്കുക. വൈബാണ്. കുറച്ചും കൂടി പച്ചപ്പാവും, കുറച്ചും കൂടി ഇരുണ്ടിരിക്കും. അപ്പോൾ അടിപൊളിയാണ്. അതായത് നല്ല ഇരുണ്ടിരിക്കും. ഇതൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി പച്ചയാവും. ഈ മുളയൊക്കെ ആണെങ്കിലും നല്ല ഇങ്ങനെ നിറഞ്ഞിരിക്കും. അപ്പം രസമാണ് വരാനായിട്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കണം, നല്ല രസമാണ്. അത് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്ലോപ്പ് ഉണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. നല്ല രസമാണ് ഈ വഴി വരാനായിട്ട്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ മിക്ക ഓൾ സീസണിലും വന്നിട്ടുണ്ട്. കട്ടക്കരിഞ്ഞ് വെയിലത്ത് ഉണങ്ങിക്കരിഞ്ഞ രീതിയിലും വന്നിട്ടുണ്ട്. നല്ല മൺസൂണിൽ വന്നിട്ടുണ്ട്. ഇതിപ്പം മീഡിയമാണ്, അത്ര ബോറുമല്ല അത്ര അടിപൊളിയല്ല. അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാൻ വന്നേക്കുന്നത്. ഈവൻ ദോ കേരളത്തിൽ ഇത്ര കരിവേലായിട്ട് പോലും ഇവിടെ അധികം പിടിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഇറ്റ്സ് സർപ്രൈസിങ്. ഓക്കെ, യാ. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻ ദ മീൻ ടൈം എൻജോയ് അതിരപ്പള്ളി. ഓൾറൈറ്റ്, അപ്പോൾ ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ ബൈ, cheers.